അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ ലീഡറാണ് പശുപോൾ തങ്കയ്യ. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ പ്രധാനപ്പെട്ട മെഗാ ചർച്ചുകളിൽ ഒന്ന് ബാംഗ്ലൂരിലുള്ള പശുപോൾ തങ്കയ്യയുടെ സഭയാണ്. കൂടാതെ അദ്ദേഹം ഓൾ ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ജനറൽ സൂപ്രണ്ടാണ്. മികച്ച പ്രഭാഷകൻ, മനോഹരമായ ഗാനങ്ങൾ എഴുതുകയും അത് ആലപിക്കുകയും ചെയ്യുന്നയാൾ. നിരവധി പ്രത്യേകതകളുള്ള പാസ്റ്റർ പോൾ തങ്കയ്യ പലപ്പോഴും നിരവധി വിവാദങ്ങളിലും ഉൾപ്പെടാറുണ്ട്. എങ്കിലും പാസ്റ്റർ പോൾ തങ്കയ്യ ഇന്ത്യയിലെ പെന്തക്കോസ്ത് സമൂഹത്തിലെ ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ ഒരാളായി വളർന്നു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് അസാധാരണമായ വളർച്ച നേടിക്കൊണ്ടിരിക്കുകയാണ്. പാസ്റ്റർ പോൾ തങ്കയ്യയുമായി എൻ്റെ മകനും ഹല്ലേലൂയയുടെ എഡിറ്റേഴ്സിൽ ഒരാളുമായ നോവ സാം കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖം നടത്തുകയുണ്ടായിരുന്നു. ആ അഭിമുഖം പൂർണ്ണ രൂപത്തിൽ ഹല്ലേലൂയ ന്യൂസ് ചാനലിലുണ്ട്. നിങ്ങൾക്കത് വിശദമായി കാണാവുന്നതാണ്. എന്നാൽ ആ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തൻ്റെ വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെട്ട്, ശുശ്രൂഷ ജീവിതവുമായി ബന്ധപ്പെട്ട്, സഭയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഒക്കെ ഇതുവരെ വെളിപ്പെടുത്താത്ത പല കാര്യങ്ങളും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ മലയാളി പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ക്രോഡീകരിച്ച് 2 വീഡിയോകളിലായി അവതരിപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അതിന്റെ ഒന്നാം ഭാഗത്തിലേക്ക് സ്വാഗതം. പാസ്റ്റർ പോൾ തങ്കയ്യയുടെ പിതാവ് ശ്രീലങ്കയിൽ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഒരു ശുശ്രൂഷകനായിരുന്നു. 1977 അവർ കുടുംബമായി ഇന്ത്യയിലേക്ക് കുടിയേറി. അന്ന് പോൾ തങ്കയ്യയ്ക്ക് ഏകദേശം 17-18 വയസ്സാണ് പ്രായം. ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ പോൾ തങ്കയ്യ SABC ബൈബിൾ കോളേജിൽ ദൈവവചന പഠനത്തിനു വേണ്ടി ചേർന്നു. 12ാം വയസ്സിലാണ് അദ്ദേഹം രക്ഷിക്കപ്പെടുന്നത്. അധികം വൈകാതെ സ്നാനപ്പെടുകയും ചെയ്തു. 15ാമത്തെ വയസ്സിൽ തന്റെ പിതാവിന്റെ സഭയിലാണ് ആദ്യമായി ഒരു സന്ദേശം അദ്ദേഹം നൽകുന്നത്. SABCയിൽ അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ ആ വർഷത്തെ അഡ്മിഷൻ ഓൾമോസ്റ്റ് ക്ലോസ് ആയി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ വർഷം അഡ്മിഷൻ ലഭിക്കുകയില്ല എന്ന് അറിയിപ്പ് ലഭിച്ചു. അതൊരല്പം നിരാശ നൽകിയെങ്കിലും കുറച്ച് ദിവസങ്ങൾക്കകം ഒരു കത്ത് ലഭിച്ചു. ഈ വർഷം അഡ്മിഷൻ ലഭിച്ച ഒരാൾ പഠനം ഉപേക്ഷിച്ചതുകൊണ്ട് താങ്കൾക്ക് ഇവിടെ വന്ന് പഠിക്കാം. അങ്ങനെയാണ് 18 വയസ്സ് കഴിഞ്ഞപ്പോൾ പോൾ തങ്കയ്യ SABCയിൽ അഡ്മിഷൻ എടുക്കുന്നത്. മികച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം. ഗോൾഡ് മെഡലോട് കൂടിയാണ് അദ്ദേഹം SABCയിലെ പഠനം പൂർത്തിയാക്കിയത്. അദ്ദേഹം തന്നെ അഭിമുഖത്തിൽ പറയുന്നു, തൻ്റെ പിതാവാണ് തന്നെ പ്രോത്സാഹിപ്പിക്കുകയും മുന്നോട്ട് പോകുവാനുള്ള പ്രചോദനം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തുകൊണ്ടിരുന്നത്. പഠനകാലത്ത് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് പോൾ തങ്കയ്യ അനുഭവിച്ചിരുന്നു. ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം പോൾ തങ്കയ്യയും അനുഭവിക്കേണ്ടി വന്നു. അതുകൊണ്ട് അദ്ദേഹം കോളേജിൽ പുല്ലുവെട്ടുക, ടോയ്ലറ്റ് കഴുകുക തുടങ്ങിയ ജോലികൾ ചെയ്ത് തനിക്ക് പഠിക്കുവാനുള്ള പണം കണ്ടെത്തുവാൻ ശ്രമിച്ചിരുന്നു. എങ്കിലും പലപ്പോഴും ഫീസ് കൊടുക്കുവാൻ നിവൃത്തിയില്ലാതെ വരുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായി. ഫീസ് സമയത്ത് കൊടുക്കാത്തവരെ അവരുടെ ലിസ്റ്റ് കോളേജിന്റെ നോട്ടീസ് ബോർഡിൽ ഇടും. തനിക്ക് ഫീസ് കൊടുക്കുവാൻ സാധിക്കാതെ വന്നു. തന്റെ പേര് നോട്ടീസ് ബോർഡിൽ വരുന്നത് വലിയ അപമാനമായി കരുതിയ പോൾ തങ്കയ്യ അങ്ങനെ നോട്ടീസ് ബോർഡിൽ തന്റെ പേര് വന്നാൽ ഇവിടുത്തെ പഠനം അവസാനിപ്പിക്കുക എന്ന തീരുമാനമെടുത്തു. അങ്ങനെ പെട്ടിയും കിടക്കയും ഒക്കെ പാക്ക് ചെയ്ത് കാത്തിരിക്കുകയാണ്. എന്നാൽ രാവിലെ നോക്കുമ്പോൾ തങ്കയ്യയുടെ പേര് മാത്രം നോട്ടീസ് ബോർഡിൽ ഇല്ല. അല്പം കഴിഞ്ഞപ്പോൾ മനസ്സിലായി. അധികൃതർ പറഞ്ഞു, പോൾ തങ്കയ്യയുടെ ഫീസ് മുഴുവൻ ആരോ ഒരാൾ അടച്ചിരിക്കുന്നു. അത് ആരാണ് അടച്ചതെന്ന് ഇന്നും അറിയത്തില്ല. മേ ബി അതൊരു ദൂതനായിരിക്കാം. ഏതായാലും പോൾ തങ്കയ്യ പഠനം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബാംഗ്ലൂർ സിറ്റിയിലെ ഏറ്റവും പ്രമുഖ സ്ഥലങ്ങളിലൊന്നായ ഇന്ദിരാനഗറിൽ ഒരു ചർച്ച് സ്ഥാപിക്കണമെന്ന് വലിയ ആഗ്രഹം. അദ്ദേഹം അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അന്നത്തെ AGയുടെ സൂപ്രണ്ടായിരിക്കുന്ന ഡോക്ടർ TC ജോർജിനോട് തന്റെ ആഗ്രഹം പറഞ്ഞു. അദ്ദേഹം നിരുത്സാഹപ്പെടുത്തി. കാരണം വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. മാത്രവുമല്ല മറ്റ് സഭകളൊന്നും അവിടെ ഇല്ല. സഭ വളരാനുള്ള വലിയ സാധ്യതകളുമില്ല. പക്ഷേ പോൾ തങ്കയ്യ പിന്മാറുവാൻ തയ്യാറല്ലായിരുന്നു. പോൾ തങ്കയ്യയ്ക്ക് 22 വയസ്സാണ്. ഇന്ദിരാനഗറിൽ ഒരു ആരാധന ആരംഭിക്കുക എന്നുള്ള സ്വപ്നവുമായി അദ്ദേഹം പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഒരു വീട് വാടകയ്ക്ക് എടുക്കണം, അതാണ് ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെ പോൾ തങ്കയ്യ ഇവിടെ പ്രവർത്തിക്കുവാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇന്ദിരാനഗറിൽ ഒരു വീടുണ്ട്, ഞാനത് തരാം. തങ്കയ്യയ്ക്ക് വലിയ സന്തോഷമായി. ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുകയാണല്ലോ. പക്ഷെ അടുത്ത വാചകം കേട്ടപ്പോൾ ആ സന്തോഷം നിരാശയായി മാറി. അവർ പറഞ്ഞത് പ്രതിമാസം 1000 രൂപ വാടക തരണം.
10,000 രൂപ അഡ്വാൻസും തരണം. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത പോൾ തങ്കയ്യ എവിടുന്നാണ് ഇത്രയും പണം കൊടുക്കുവാൻ? ഒരു നിവൃത്തിയുമില്ല. അങ്ങനെ എനിക്ക് വേറൊരു സംഭവം ഉണ്ടായി. SABCയിലെ വിദ്യാർത്ഥികൾ ഗ്രാജുവേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ബന്ധുക്കളോ സ്നേഹിതരോ ഒക്കെ അവർക്ക് ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ട്. എന്നാൽ പോൾ തങ്കയ്യ ഗ്രാജുവേറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഒരു ഗിഫ്റ്റും ആരും കൊടുത്തില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ പോൾ തങ്കയ്യയെ സമീപിച്ചിട്ട് പറഞ്ഞു, നിന്റെ ഗ്രാജുവേഷൻ സമയത്ത് നിനക്കൊരു ഗിഫ്റ്റ് തരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, എന്നാൽ അന്നത് മറന്നുപോയി. ഇതാ ആ ഗിഫ്റ്റ്, ഒരു ചെറിയ കവർ. അയാൾ പോയി കഴിഞ്ഞ് പോൾ തങ്കയ്യ അത് തുറന്നു നോക്കി. കൃത്യം 10,000 രൂപയുണ്ട് അതിൽ. പോൾ തങ്കയ്യയ്ക്ക് വലിയ സന്തോഷമായി. ഇന്ദിരാനഗറിൽ ഒരു സഭ തുടങ്ങുന്നതിന് അഡ്വാൻസ് ചോദിച്ചിരിക്കുന്ന അതേ തുക തന്റെ കയ്യിൽ ഇപ്പോൾ വന്നിരിക്കുന്നു. തങ്കയ്യ പറയുന്നു, സാത്താൻ തന്നോട് പറഞ്ഞു, തങ്കയ്യ ഇത് നിന്റെ പണമാണ്. ഇവിടെ ഒരു പ്രവർത്തനം ആരംഭിക്കുന്നെങ്കിൽ അത് അസംബ്ലീസ് ഓഫ് ഗോഡ് ആണ് പണം മുടക്കേണ്ടത്, നീയല്ല. തങ്കയ്യയെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വാസത്തിന്റെ ഒരു വലിയ പരീക്ഷണമായിട്ടാണ് തോന്നിയത്. ആ യുവാവ് ഉറപ്പിച്ചു തീരുമാനിച്ചു ഈ തുക തന്റെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയി തന്റെ മിനിസ്ട്രിക്ക് വേണ്ടി, തന്റെ സഭയ്ക്ക് വേണ്ടി ചിലവഴിക്കുവാൻ. അങ്ങനെ തനിക്ക് ലഭിച്ച ആ ഗിഫ്റ്റ് തുക മുഴുവൻ ഡോക്ടർ TC ജോർജിനെ ഏൽപ്പിച്ചിട്ട് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ വകയായി അവിടെ ആരാധനയ്ക്ക് വേണ്ടി ആ വീട് വാടകയ്ക്കെടുത്തു. ആ വാടകയ്ക്കെടുത്തപ്പോൾ ഡോക്ടർ TC ജോർജ് ചോദിച്ചു, അഡ്വാൻസ് കൊടുത്തു, എങ്ങനെയാണ് ഓരോ മാസവും നീ വാടക കൊടുക്കുക? തങ്കയ്യയ്ക്ക് അതിന് കൃത്യമായ മറുപടി ഉണ്ടായിരുന്നു. ദൈവം ഒരു വണ്ടി വാങ്ങി തന്നാൽ അതിന് പെട്രോൾ അടിക്കുവാനും ദൈവം വഴി കണ്ടിട്ടുണ്ടാകുമല്ലോ. സത്യമായിരുന്നു. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ ദീർഘനാളുകളായി ഇന്ദിരാനഗറിൽ ഒരു ആരാധന ആരംഭിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ നീ ആരംഭിച്ചിരിക്കുന്ന പ്രവർത്തനത്തിന് എല്ലാ മാസവും വാടക നൽകുവാനുള്ള തുക ഞാൻ നൽകാം. ഇങ്ങനെ ദൈവം അത്ഭുതങ്ങളിലൂടെ, ചെറുതും വലുതുമായ അനുഭവങ്ങളിലൂടെ പോൾ തങ്കയ്യയെയും അദ്ദേഹത്തിന്റെ സഭയെയും ഇന്ദിരാനഗറിൽ ഉറപ്പിച്ചു. അതൊരു വലിയ യാത്രയാണ്. നിരവധി പ്രതിസന്ധികൾ, നിരവധി പ്രശ്നങ്ങൾ, ഒന്നിനു പുറകെ ഒന്നായി നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങൾ, ദൈവശബ്ദം കേൾക്കാത്ത നിരവധി ദിവസങ്ങൾ, അതൊക്കെ പോൾ തങ്കയ്യ ഈ അഭിമുഖത്തിൽ തുറന്നു പറയുന്നുണ്ട്. മറ്റു ചില കഥകളിലേക്ക് പ്രവേശിക്കാം. അങ്ങനെ വീട് വാടകയ്ക്കെടുത്ത് പോൾ തങ്കയ്യ ആരാധന ആരംഭിച്ചു. അതിനു മുൻപായി ഇങ്ങനെ വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ബോർഡ് കണ്ടു, ക്രിസ്ത്യൻ പ്രസ്. ഒരു ക്രിസ്ത്യാനി നടത്തുന്ന പ്രസ്സായിരിക്കുമല്ലോ എന്ന് കരുതി അവിടെ ചെന്നു. അവിടെ വൃദ്ധനായ ഒരു മനുഷ്യൻ ഇരിപ്പുണ്ട്. അയാൾ തല ഉയർത്തി നോക്കി. തങ്കയ്യ പറഞ്ഞു, എൻ്റെ പേര് പോൾ തങ്കയ്യ എന്നാണ്. ഞാനിവിടെ ഇന്ദിരാനഗറിൽ ഒരു സഭ ആരംഭിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല. ഒരു 3000 നോട്ടീസ് എനിക്ക് അടിച്ചു തരണം, പിന്നീട് ഞാൻ പണം തന്നുകൊള്ളാം. അയാൾ അത്ഭുതത്തോടെ നോക്കി. ഇപ്പോൾ തന്നെ ഗെറ്റ് ഔട്ട് അടിക്കും എന്ന് തങ്കയ്യ ചിന്തിച്ചു. പക്ഷെ അയാൾ ചോദിച്ചു, എന്തിയെ മാറ്റർ? അങ്ങനെ നോട്ടീസ് അടിക്കുവാനുള്ള മാറ്റർ കൊടുത്തു. നോട്ടീസ് അടിച്ച കയ്യിൽ കൊടുക്കുമ്പോൾ ആ പ്രസ് ഉടമ ഇങ്ങനെ പറഞ്ഞു, മേലാൽ ഇതുവഴി വരരുത്. അങ്ങനെ പോൾ തങ്കയ്യയ്ക്ക് 3000 നോട്ടീസ് കിട്ടി. ഈ നോട്ടീസുമായി വീടുകൾ തോറും കയറി ഇറങ്ങി ഇത് കൊടുക്കുവാൻ തുടങ്ങി. ആദ്യത്തെ ഞായറാഴ്ച 200 കസേരകൾ വാടകയ്ക്കെടുത്ത് തയ്യാറാക്കി ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങി. 3 പേരാണ് ആരാധനയ്ക്ക് വന്നത്. തങ്കയ്യ ഗംഭീരമായ പ്രസംഗമൊക്കെ നടത്തി. അടുത്ത ഞായറാഴ്ച വന്നു. ആദ്യത്തെ ഞായറാഴ്ച വന്ന ആളുകൾ പിന്നീട് ഒരിക്കലും സഭയിലേക്ക് വന്നില്ല. പിറ്റേ ആഴ്ചയും 3 പേര് പുതുതായിട്ട് വന്നു. അടുത്ത ആഴ്ചയും 3 പേര് സഭയിലേക്ക് വന്നു. അടുത്ത ദിവസം എക്സിക്യൂട്ടീവ് കമ്മിറ്റി, AGയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പോൾ തങ്കയ്യയെ വിളിച്ചു വരുത്തി അവിടെ ആരംഭിച്ച പ്രവർത്തനത്തിന്റെ റിപ്പോർട്ട് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോൾ പോൾ തങ്കയ്യ പറഞ്ഞു, ആരാധന നടക്കുന്നുണ്ട്. എത്ര പേരുണ്ടായിരുന്നു ആരാധനയ്ക്ക്? 197 ദൂതന്മാരും 3 മനുഷ്യരും. ഇതായിരുന്നു തങ്കയ്യയുടെ മറുപടി. എല്ലാവരും ചിരിച്ചു. ഡോക്ടർ TC ജോർജ് പറഞ്ഞു, അവനെ വിട്ടേക്ക്. കാരണം തങ്കയ്യയുടെ വിശ്വാസത്തിന്റെയും അവന്റെ പ്രാർത്ഥനയുടെയും ഒക്കെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് ദീർഘദർശിയായ ആ ദൈവദാസൻ അന്നേ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. തങ്കയ്യ ഉത്സാഹിയായ ചെറുപ്പക്കാരൻ ഓടി നടന്ന് പ്രവർത്തിക്കുകയാണ്. കാണുന്നവരോടെല്ലാം സുവിശേഷം പറയും, വീടുകൾ തോറും കയറി ഇറങ്ങും. പക്ഷെ ഭക്ഷണം കഴിക്കുവാൻ കയ്യിൽ പണമില്ല. പല ദിവസങ്ങളും പട്ടിണിയാണ്. അങ്ങനെ ഇരിക്കെ അമ്മ വിവരം അറിഞ്ഞു. അവര് ട്രിച്ചിയിലാണ് താമസിക്കുന്നത്. അമ്മ മോനൊരു കത്തയച്ചു, മോനെ നീ മടങ്ങി വാ, അവിടെ കിടന്ന് പട്ടിണി കിടന്ന് ചാകണ്ടല്ലോ. തങ്കയ്യ അമ്മയ്ക്ക് കത്തയച്ചു, ഞാൻ യേശുവിലാണ് വിശ്വസിക്കുന്നത്, പട്ടിണി കിടന്ന് ചത്താലും ഞാൻ ഇവിടുന്ന് പോകത്തില്ല. ഉറപ്പോടെ വിശ്വാസത്തോടെ തങ്കയ്യ തന്റെ പ്രവർത്തന മേഖല ദൈവം തനിക്ക് നൽകിയത് അതാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് അവിടെ ഉറച്ചു നിന്നു. ഏകദേശം 20 പേർ സഭയിൽ അംഗങ്ങളായി എത്തി. അപ്പോഴും പട്ടിണിയാണ്.
വലിയ വരുമാനമൊന്നുമില്ല. വിശ്വാസത്തിന്റെ അനവധിയായ പാഠങ്ങൾ തങ്കയ്യ പഠിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. നിരന്തരമായി പ്രാർത്ഥിക്കും, നിരന്തരമായി ദൈവവചനം വായിക്കും. സഭയിലേക്ക് ഏകദേശം 20 ആളുകൾ ആരാധനയിൽ പങ്കെടുക്കുവാൻ തുടങ്ങി. പതിയെ പതിയെ സഭ വളർന്നു വരികയാണ്. അപ്പോഴും പട്ടിണിയാണ്. അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും കയ്യിൽ പണമില്ല. സഭയിൽ നിന്ന് കാര്യമായ വരുമാനമില്ല. ഒരു ദിവസം സഭയിൽ ഒരു സ്ത്രീ പോൾ തങ്കയോട് പറഞ്ഞു, നിനക്ക് ദിവസങ്ങളോളം പട്ടിണിയാണെന്ന് അറിയാം, നീ എല്ലാ ദിവസവും രാത്രി എൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കും. പോൾ തങ്കയ്യക്ക് വലിയ സന്തോഷമായി. അന്ന് രാത്രി തങ്കയ്യ തന്റെ പിതാവ് തനിക്ക് നൽകിയ സൈക്കിൾ ഉപയോഗിച്ചുകൊണ്ട് നേരെ ആ വീട്ടിലേക്ക് പോയി ഭക്ഷണം കഴിച്ചു. പിറ്റേ ദിവസം അതിന്റെ ഊർജത്തിൽ കൂടുതൽ സ്ഥലങ്ങളിൽ സുവിശേഷവുമായി യാത്ര ചെയ്തു. വൈകിട്ട് വീണ്ടും അവിടെ ചെന്ന് ഭക്ഷണം കഴിച്ചു. ഇതൊരു സന്തോഷകരമായ അനുഭവമായി തങ്കയ്യയ്ക്ക് ദൈവത്തിന്റെ ഒരു വലിയ ഇടപെടലായി തന്നെ തോന്നി. ഭക്ഷണത്തെക്കുറിച്ച് ഭാരപ്പെടണ്ടല്ലോ, ഒരു നേരമാണെങ്കിലും ഭക്ഷണം കഴിക്കുവാനുണ്ടല്ലോ. എന്നാൽ രസകരമായ കാര്യം, 3-ാം ദിവസം രാത്രി ചെല്ലുമ്പോൾ ഈ സ്ത്രീ വാതിൽ അല്പം മാത്രം തുറന്നിട്ട് തങ്കയ്യയോട് പറഞ്ഞു, ഇനി ഭക്ഷണം കഴിക്കാനായി ഇങ്ങോട്ട് വരണ്ട. എന്താണ് സംഭവിച്ചതെന്ന് തങ്കയ്യയ്ക്ക് അറിയത്തില്ല. വിശന്ന വയറുമായി സൈക്കിളിൽ കയറി തിരിച്ച് മടങ്ങുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു. ഒരിക്കലും കരയുന്നവനായിരുന്നില്ല തങ്കയ്യ. തന്റെ പിതാവ് തന്നെ അടിക്കുമ്പോൾ ആ അടി മുഴുവൻ കൊണ്ട് കഴിഞ്ഞോ എന്ന് ചോദിച്ച് കരയാതെ പോകുന്ന വ്യക്തിയായിരുന്നു തങ്കയ്യ. പക്ഷെ അന്ന് ആദ്യമായി തങ്കയ്യ വാവിട്ട് നിലവിളിച്ചു, ദൈവമേ, നീ എന്നെ വിളിച്ചതാണെങ്കിൽ നീ എനിക്ക് വേണ്ടി വഴി തുറക്കണം. ഒരു കാരണവശാലും പട്ടിണി കിടന്ന് മരിച്ചാലും ഇനി ഒരു വീട്ടിലും ഭക്ഷണം കഴിക്കുവാനായി പോകത്തില്ല. ഉറച്ച തീരുമാനം തങ്കയ്യ എടുത്തു. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും, പട്ടിണിയും പ്രയാസവും ഒക്കെ ഉണ്ടെങ്കിലും, തങ്കയ്യയുടെ സ്വപ്നങ്ങൾ വലിയ വിശാലമായിരുന്നു. ബാംഗ്ലൂർ പട്ടണത്തിലെ ഏറ്റവും വലിയ സഭ പണിയണം, ഇതാണ് തന്റെ സ്വപ്നം. എന്നത്തെയും പ്രാർത്ഥന അതാണ്. എല്ലാ ആരാധനയിലും പ്രസംഗത്തിനിടയിൽ താൻ ബാംഗ്ലൂർ പട്ടണത്തിലെ ഏറ്റവും വലിയ സഭ സ്ഥാപിക്കുമെന്ന് പറയും. ആകെ 20 വിശ്വാസികളെ ഉള്ളൂ. ഇവരത് കേട്ട് മടുത്തു. ഒരു ദിവസം 7 പേർ ചേർന്ന് ഒരു സഭായോഗം കഴിഞ്ഞപ്പോൾ തങ്കയ്യയോട് പറഞ്ഞു, ഇനി മേലാൽ ഈ സഭയിൽ ബാംഗ്ലൂർ പട്ടണത്തിലെ ഏറ്റവും വലിയ സഭ സ്ഥാപിക്കുമെന്ന് പറയരുത്. അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ അടുത്ത ആഴ്ച മുതൽ ഈ സഭയിൽ വരത്തില്ല. അദ്ദേഹം അപ്പോൾ മറുപടി ഒന്നും പറഞ്ഞില്ല. ഒരാഴ്ച മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ഞായറാഴ്ചയായി. പ്രസംഗത്തിനിടയിൽ വീണ്ടും പറഞ്ഞു, ഞാൻ ഈ പട്ടണത്തിലെ ഏറ്റവും വലിയ സഭ സ്വപ്നം കാണും. സഭായോഗം കഴിഞ്ഞപ്പോൾ ഈ 7 പേരും വന്നിട്ട് പറഞ്ഞു, ഇന്നത്തോടെ ഞങ്ങൾ അവസാനിപ്പിക്കുന്നു, ഇനി ഈ സഭയിലേക്ക് വരുന്നില്ല. അദ്ദേഹം സന്തോഷത്തോടെ അവരെ യാത്രയാക്കി. അവരോട് പറഞ്ഞു, നമുക്ക് സ്വർഗത്തിൽ കാണാം. വിശ്വാസത്തിന്റെ തീവ്രമായ അനുഭവങ്ങളിലൂടെ സഭ വളർന്നു വരികയാണ്. 200ഓളം അംഗങ്ങളായി. അങ്ങനെ ഇരിക്കെ 200 പേരുള്ള ഈ സഭ 400 അംഗങ്ങളുള്ളതായി മാറണമെന്നുള്ളതാണ് തങ്കയ്യയുടെ ആഗ്രഹം. നിരന്തരം അത് സഭയിൽ പറയാറുമുണ്ട്. ഒരു ദിവസം സഭ അംഗമായ ധനികനായ ഒരു മനുഷ്യൻ വന്ന് തങ്കയ്യയോട് പറഞ്ഞു, ഞാൻ നിനക്കൊരു ലൂണ സ്കൂട്ടർ തരുവാൻ ആഗ്രഹിക്കുന്നു. വളരെ സന്തോഷം. തൻ്റെ സൈക്കിൾ മാറ്റി യാത്രകൾക്കൊരു ലൂണ സ്കൂട്ടർ ലഭിക്കുന്നത് നല്ല കാര്യമാണ്. തങ്കയ്യ അത് സ്വീകരിച്ചു. എന്നാൽ ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഈ ധനികനായ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, നമ്മുടെ സഭയിൽ 200 പേര് മതി. ഇതിൽ കൂടുതൽ ഇത് വളരുന്നതിനെ കുറിച്ച് ചിന്തിക്കണ്ട. പാസ്റ്റർക്ക് ആവശ്യമുള്ള പണം ഞാൻ തന്നുകൊള്ളാം. അതിനെക്കുറിച്ച് നിരാശനാകണ്ട. തങ്കയ്യയ്ക്ക് അത് മനസ്സിലായി. കാരണം നിരന്തരം സാമ്പത്തികമായി കൂട്ടായ്മ കാണിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. തരുവാനുള്ള മനസ്സുമുണ്ട്. സ്കൂട്ടറും തന്നതാണ്. പക്ഷെ തങ്കയ്യ പറഞ്ഞ മറുപടി ഇതാണ്, നിങ്ങളുടെ ഡയപ്പർ മാറുവാൻ വേണ്ടിയല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്, ഇന്ത്യയെ സ്പർശിക്കുവാൻ വേണ്ടിയാണ്. അതാണ് എൻ്റെ ദൈവിക നിയോഗം. കുപിതനായ ആ മനുഷ്യൻ തങ്കയ്യയോട് താൻ നൽകിയ സ്കൂട്ടറും പണവും ഒക്കെ തിരിച്ചു ചോദിച്ചു. തങ്കയ്യ സന്തോഷത്തോടുകൂടെ അതെല്ലാം മടക്കി നൽകി. മടങ്ങി വീട്ടിലെത്തിയപ്പോൾ തങ്കയ്യ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഞാൻ പറഞ്ഞത് അല്പം രൂക്ഷമായി പോയോ? ഇതാണ് തങ്കയ്യ. തൻ്റെ ദർശനത്തിൽ ഉറച്ചു നിൽക്കുക. ഏത് പ്രതിസന്ധി മുന്നിൽ വന്നാലും അതിൽ നടുവിട മാറാതിരിക്കുക. ഏത് പ്രലോഭനങ്ങളെയും അതിജീവിക്കുക. തങ്കയ്യയുടെ ജീവിത വിജയത്തിന്റെ അടിത്തറ തന്നെ ഈ നിശ്ചയദാർഢ്യമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. മറ്റൊരു സംഭവം ഇങ്ങനെയാണ്. സഭ പിന്നെയും വളർന്നു. മറ്റൊരു സ്ഥലം ആരാധനയ്ക്കായി എടുക്കേണ്ടി വന്നു. 2500 രൂപയാണ് സഭാ ഹാളിന്റെ വാടക. സഭയിൽ നിന്നുള്ള ഏകദേശ വരുമാനം 1500 രൂപ മാത്രമാണ്. 1000 രൂപ കൂടെ കണ്ടെത്തണം. തങ്കയ്യ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. സഭയിലെ ഒരു സഹോദരി മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, എല്ലാ മാസവും
ഞാൻ 1000 രൂപ വെച്ച് തരാം. തങ്കയ്യയ്ക്ക് സന്തോഷമായി. അദ്ദേഹം എല്ലാ മാസവും ഈ സഹോദരിയുടെ വീട്ടിൽ പോകും. അവർ 1000 രൂപ കൊടുക്കും. നല്ലൊരു കഷ്ണം കേക്കും കാപ്പിയും കൊടുക്കും. അത് കഴിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആ സ്ത്രീ ഒരു ഗോദ്രേജിന്റെ അളമാര തുറക്കും. തങ്കയ്യ അത് വിവരിക്കുന്നത് വളരെ രസകരമായിട്ടാണ്. ആ അളമാരി തുറക്കുമ്പോൾ അതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അറിയാം പണം വരുന്നുണ്ട്. 6 മാസങ്ങൾ ഇങ്ങനെ തുടങ്ങും. ഓരോ പ്രാവശ്യവും ചെല്ലുമ്പോൾ കേക്കും കാപ്പിയും അവസാന അളമാരി തുറക്കുന്ന ശബ്ദവും 1000 രൂപയും കിട്ടും. തങ്കയ്യ പ്രാർത്ഥിച്ചിറങ്ങും. വളരെ സന്തോഷം. അടുത്ത മാസം ചെന്നപ്പോൾ കേക്കും കിട്ടി കാപ്പിയും കിട്ടി. തങ്കയ്യ കാത്തിരിക്കുകയാണ് അളമാരിയുടെ തുറക്കുന്ന ശബ്ദത്തിനു വേണ്ടി. പക്ഷെ അന്ന് ആ ശബ്ദം ഉണ്ടായില്ല. അവർ മറന്നുപോയതായിരിക്കുമെന്ന് വിചാരിച്ച് തങ്കയ്യ അവരെ ഓർപ്പിച്ചു. ഞാൻ പോകട്ടെ, ഇറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ ആ സ്ത്രീ പറഞ്ഞു, ഇനി മുതൽ ഞാൻ സഹായം നൽകുവാൻ ആഗ്രഹിക്കുന്നില്ല. താങ്കളെക്കുറിച്ച് വളരെ മോശമായ ചില കാര്യങ്ങൾ ഞാൻ കേട്ടു. തങ്കയ്യയ്ക്ക് വലിയ നിരാശ തോന്നി. സ്കൂട്ടറും എടുത്ത് നേരെ ചർച്ചിന്റെ ബേസ്മെന്റിലേക്ക് വന്ന് ആ സ്കൂട്ടർ അവിടെ ഇട്ടിട്ട് നേരെ പോയി ദൈവസന്നിധിയിൽ നിലവിളിച്ചു. പക്ഷേ ദൈവം അവന് കൊടുത്ത മറുപടി എന്താണെന്നറിയാം? ഞാൻ നിനക്ക് വേണ്ടി ഒരു വഴി തുറന്നു. നീ ഒരു കളക്ഷൻ ഓഫീസറെ പോലെ എന്നെ മറന്ന് അവരെ വിശ്വസിച്ച് അവിടേക്ക് ചെന്നു. ഏതായാലും 26 വർഷങ്ങൾക്ക് ശേഷം ആ സ്ത്രീ ഒരു ദിവസം പോൾ തങ്കയ്യയുടെ സഭയിലേക്ക് മടങ്ങി വന്നു. അങ്ങനെ മടങ്ങി വന്ന ശേഷം തങ്കയ്യയെ കാണുവാനായി അവർ വെയിറ്റ് ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞു, പാസ്റ്റർ, ഞാൻ 45 മിനിറ്റ് ക്യൂ നിന്നിട്ടാണ് എനിക്ക് സഭയ്ക്കകത്തേക്ക് പ്രവേശനം ലഭിച്ചത്. അത്രയ്ക്ക് തിരക്കായിരുന്നു. എനിക്കിപ്പോൾ മനസ്സിലാകുന്നു ഞാൻ എൻ്റെ അനുഗ്രഹം 26 വർഷം മുമ്പ് നഷ്ടമാക്കുകയായിരുന്നു എന്ന്. പോൾ തങ്കയ്യയ്ക്കെതിരെ CBIയുടെ അന്വേഷണമാണ്. അന്വേഷണത്തിന് കാരണമായി തീർന്നത് ബാംഗ്ലൂർ സിറ്റിയിലെ ചില ക്രിസ്തീയ നേതാക്കൾ തന്നെ തങ്കയ്യയ്ക്കെതിരെ ഒരു പരാതി കൊടുത്തതാണ്. 21 പേജുള്ള ഒരു പരാതിയാണ് തങ്കയ്യയ്ക്കെതിരെ കൊടുത്തത്. അത് വെച്ചാണ് CBI അദ്ദേഹത്തിനെതിരെ അന്വേഷണവുമായിട്ട് വന്നത്. അങ്ങനെ CBI ഓഫീസർ വന്നു. ആവശ്യപ്പെട്ടതനുസരിച്ച് തങ്കയ്യ CBIയുടെ ഓഫീസിലേക്ക് ചെന്നു. അവിടെ പോകുമ്പോൾ അദ്ദേഹം ഒരു ഡോക്യുമെന്റും കയ്യിൽ വെച്ചിരുന്നില്ല. അദ്ദേഹം കയറി ചെന്നു. ഓഫീസർ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുവാൻ ആരംഭിച്ചു. പല കാര്യങ്ങൾ ചോദിച്ചു. കൂട്ടത്തിൽ ചോദിച്ചു, താങ്കളുടെ FCRA നമ്പർ ഏതാണ്? അതായത് വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള നമ്പർ, രജിസ്ട്രേഷൻ നമ്പർ. തങ്കയ്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സാംസ് 121-1. അതായത് പോൾ തങ്കയ്യയ്ക്ക് അന്നും FCRA രജിസ്ട്രേഷൻ ഇല്ല, ഇന്നും FCRA രജിസ്ട്രേഷൻ ഇല്ല. അന്വേഷണത്തിന് ശേഷം ഓഫീസർ ചോദിച്ചു, താങ്കൾക്കെതിരെ പരാതി തന്നത് ആരാണെന്ന് താങ്കൾക്ക് അറിയണമോ? തങ്കയ്യ പറഞ്ഞു, വേണ്ട. ബാംഗ്ലൂർ പട്ടണത്തിൽ ഇന്ദിരാനഗറിൽ വിശാലമായ ഒരു ആരാധനാലയം പണിയണം. തങ്കയ്യയുടെ സ്വപ്നമാണത്. അതിനുവേണ്ടി ദീർഘനാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സഭയിൽ അനൗൺസ് ചെയ്തു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡ് പറഞ്ഞു, നീ ഫണ്ട് കളക്ട് ചെയ്യൂ, നീ എത്ര കളക്ട് ചെയ്യുന്നോ അത്രത്തോളം ഞങ്ങളും തരാം. അങ്ങനെ തങ്കയ്യ സഭയിൽ അനൗൺസ് ചെയ്തു. പലരും പ്ലഡ്ജ് ചെയ്തു. 1 വർഷത്തിനു അകം പണം തന്നാൽ മതി എന്നുള്ളതാണ് എഗ്രിമെന്റ്. 2 ലക്ഷം രൂപ ക്യാഷായും 22 ലക്ഷം രൂപ പ്രോമിസായും ലഭിച്ചു. വലിയ സന്തോഷം. ഈ വിവരം അസംബ്ലീസ് ഓഫ് ഗോഡിനെ അറിയിച്ചു. ബിൽഡിംഗ് പണിയുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ എവിടെ പണിയും? അതൊരു വലിയ പ്രശ്നമാണ്. സ്വന്തമായി സ്ഥലമില്ല. സഭയിൽ അനൗൺസ് ചെയ്തു, നമ്മൾ കെട്ടിടം പണിയുവാൻ പോവുകയാണ്. സ്ഥലം എവിടെയാണ്? സ്ഥലമുണ്ട്. തങ്കയ്യ അനൗൺസ് ചെയ്തു. ജനങ്ങൾ വിചാരിച്ചു പാസ്റ്റർ ഏതോ സ്ഥലം വാങ്ങിയിട്ടുണ്ട്, അവിടെ ആയിരിക്കും പണിയുവാൻ പോകുന്നത്. സഭായോഗം കഴിഞ്ഞപ്പോൾ ആളുകൾ വന്ന് ചോദിച്ചു, പാസ്റ്റർ എവിടെയാണ് സ്ഥലം? സ്ഥലം ദൈവം കരുതിയിട്ടുണ്ട്. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ കേണൽ ജോൺ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തെ വിളിക്കുന്നു. പാസ്റ്റർ ഒന്ന് ഇവിടം വരെ വരണം. തങ്കയ്യ പറഞ്ഞു, ഞാൻ അല്പം ബിസിയാണ്. അതല്ല പാസ്റ്റർ, പാസ്റ്റർക്ക് ഒരു ഗിഫ്റ്റ് തരുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഞാൻ ഇപ്പോൾ തന്നെ വരാമെന്ന് തങ്കയ്യ പറഞ്ഞു. ഇപ്പോൾ വരേണ്ട, അടുത്ത ദിവസം വന്നാൽ മതിയെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ കേണൽ ജോൺ പറഞ്ഞു, ഇന്ദിരാനഗറിൽ ഇന്ന് കോടികൾ വിലമതിക്കുന്ന ആ വസ്തു ഗിഫ്റ്റായി നൽകുവാൻ ആഗ്രഹിക്കുന്നു. തങ്കയ്യയ്ക്ക് അത്ഭുതം കൊണ്ട് കണ്ണുകൾ വിടർന്നുപോയി. ദൈവത്തെ ഒത്തിരി സ്തുതിച്ചു. പിന്നീടെല്ലാം 1.5 മാസത്തിനകം കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ പേരിൽ ആ വസ്തു എഴുതുവാനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഔദ്യോഗിക സ്ഥാനികൾ വസ്തു എഴുതുവാൻ വേണ്ടി നാളെ വരികയാണ്.
തലേദിവസം രാത്രി കേണൽ ജോൺ പോൾ തങ്കയെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ, ഞാൻ എൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. ആ വസ്തു തരാനൊക്കത്തില്ല. തങ്കയ്യക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നാളെ ഇതിന്റെ രജിസ്ട്രേഷന് വേണ്ടി അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ലീഡേഴ്സ് എല്ലാവരും SABCയിൽ വരികയാണ്. എന്തായാലും കേണൽ ജോണിനോട് പറഞ്ഞു, താങ്കൾ താങ്കളുടെ വസ്തു സൂക്ഷിക്കുക, ഞാൻ എൻ്റെ ദർശനവും സൂക്ഷിക്കുവാൻ പോകുകയാണ്. അവിടെ നിന്നിറങ്ങി നേരെ ഒരു ഐസ്ക്രീം പാർലറിലേക്ക് പോയി. ടെൻഷൻ കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഒന്നിനു പുറകെ ഒന്നായി 16 സ്കൂപ്പ് ഐസ്ക്രീം ഒറ്റ ഇരിപ്പിൽ കഴിച്ചു. അവിടെ നിന്ന് വീട്ടിലെത്തി ഭാര്യയോട് പറഞ്ഞു, എനിക്ക് വിശപ്പില്ല. ഭാര്യയും മക്കളും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ തങ്കയ്യ പുറത്ത് ചാടി സ്ട്രീറ്റിലൂടെ നടക്കുവാൻ തുടങ്ങി. മാനസിക സംഘർഷം കൊണ്ട് ഒരു ഭ്രാന്തനെ പോലെ ആ തെരുവിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. രാത്രി 1:30 മണിയായപ്പോൾ ദൈവത്തിന്റെ ഒരു ശബ്ദം, നീ സമാധാനമായി പോയി കിടന്നുറങ്ങും, ഞാനാണ് നിന്നെ വിളിച്ചത്, ഞാൻ നിനക്ക് വേണ്ടി കരുതും. ആ വാക്ക് കേട്ടതോടെ തങ്കയ്യ മടങ്ങി വീട്ടിലെത്തി സുഖമായി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ കേണലിന്റെ വിളി വരികയാണ്. ഞാൻ വെയിറ്റ് ചെയ്യുന്നു. തങ്കയ്യ വിചാരിച്ചത് SABCയിലെ എക്സിക്യൂട്ടീവിന്റെ മുമ്പിൽ വന്ന് ഈ വസ്തു തരാൻ ഒക്കുകയില്ല എന്നുള്ള കാര്യം കേണൽ പറയുവാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നതെന്നാണ്. അദ്ദേഹം ചെന്നു. തൻ്റെ കാറിൽ കേണലിനെയും കൂട്ടി നേരെ SABCയിലേക്ക്. ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട്. ആ യാത്രക്കിടയിൽ രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. എക്സിക്യൂട്ടീവ്സിന്റെ മുമ്പിൽ വന്നു. എല്ലാവരും ഒന്നിച്ചിരിക്കുന്നു. തങ്കയ്യ എന്താണ് പറയാനുള്ളത് അവർ ചോദിച്ചു. അപ്പൊ എല്ലാവരുടെയും പ്രതീക്ഷ വസ്തുവിന്റെ എഗ്രിമെന്റ് കാര്യങ്ങളിലേക്ക് കടക്കുകയാണെന്നാണല്ലോ. തങ്കയ്യ പറഞ്ഞു, എനിക്കൊന്നും പറയുവാനില്ല, കേണൽ ജോൺ നിങ്ങളോട് സംസാരിക്കും. തങ്കയ്യ കരുതിയത് കേണൽ ജോൺ ഇപ്പോൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയും, ഈ വസ്തു നൽകുവാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിക്കും. എന്നാൽ സംഭവിച്ചത് കേൾക്കണമോ? കേണൽ ജോൺ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇന്നലെ പോൾ തങ്കയ്യോട് ഞാൻ പറഞ്ഞിരുന്നു, ഈ വസ്തു നൽകുന്ന തീരുമാനത്തിൽ നിന്ന് ഞാൻ പിന്മാറിയെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ രാത്രി 1:30 മണിയായപ്പോൾ ദൈവം എന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എന്നോട് പറഞ്ഞു, നീ ആ വസ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ തയ്യാറാണ്, എഗ്രിമെന്റിന് തയ്യാറാണ്. അങ്ങനെ 1 രൂപ പോലും വാങ്ങാതെ ആ മനുഷ്യൻ ആ വസ്തു സഭയ്ക്ക് വേണ്ടി നൽകി. ആ വസ്തുവിലാണ് ഇപ്പോൾ ഇന്ദിരാനഗറിൽ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ബാംഗ്ലൂരിലെ ഏറ്റവും മനോഹരമായ ആരാധനാലയമുള്ളത്. ഇതാണ് പോൾ തങ്കയ്യയുടെ ശുശ്രൂഷയുടെയും സഭയുടെയും ആരംഭ ചരിത്രം. അദ്ദേഹം പറയുന്ന വ്യക്തിപരമായ മറ്റു പല കാര്യങ്ങളുമുണ്ട്. നിങ്ങൾക്ക് നേരത്തെ അറിയണമെങ്കിൽ പൂർണ്ണ അഭിമുഖത്തിന്റെ ലിങ്ക് ഇതോടൊപ്പം കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്കത് കാണാം. അതല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാനത് വിശദീകരിക്കാം.